ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊപ്പ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് സാന്ത്വനം 2-ൻ്റെ നാളെ വരാനിരിക്കുന്ന, അതായത് നാളെയും മറ്റന്നേക്കും ആയിട്ട് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡിൻ്റെ കുറച്ച് പ്രൊമോ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മുടെ ദേവിയെ, അതായത് നമ്മുടെ ആനന്ദ് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണ് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ. ചങ്ക് പൊട്ടി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആനന്ദ് ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി പറയണത്. അപ്പം ആദ്യം കേട്ട പാടെ തന്നെ കള്ളനായ ഉദയഭാനു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗോമതി നമ്മുടെ ആനന്ദിൻ്റെ മുഖത്ത് ഒരു ഒറ്റ കീറം കൊടുക്കുകയാണ്. പക്ഷേ ആനന്ദ് അത് ആ അടി കൊണ്ടിട്ടാണെങ്കിലും ആ സമയത്ത് പോലും ദേവി ആനന്ദേട്ടാ പ്ലീസ് പറയില്ല. അത് കേൾക്കുമ്പോഴാണ് ആനന്ദിന് വീണ്ടും ദേഷ്യം വരുന്നത്. കാരണം ഇത്രയും നാൾ അവളും അവളുടെ വീട്ടുകാരും ചെയ്ത കള്ളത്തരങ്ങളെല്ലാം ഞാൻ മൂടി വെച്ച് നിന്നു. എന്നിട്ട് അവൾ വീണ്ടും എൻ്റെ മുന്നിൽ കെഞ്ചുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സത്യം പറഞ്ഞാൽ ബാലനോ ഗോമതിക്കോ മീനുവിനോ മിത്രയ്ക്കോ ആര്യനോ ആകാശനോ അനുവിനോ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താണ്? കാരണം ദേവി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗോമതിക്കും ബാലനും അനുവിനെ കാട്ടിനും ചിലപ്പോൾ കൂടുതൽ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. അത്രയ്ക്ക് കാര്യമായിട്ടാണ് ദേവി. ആദ്യത്തെ മരുമകളാണ്, ദേവമംഗലത്തെ ആദ്യത്തെ മരുമകളാണ് നമ്മുടെ ദേവി. ആനന്ദ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ദേവി. ഈ ദേവിയുടെ കല്യാണം എങ്ങനെയായിരുന്നു? അപ്പം നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അറിയാവോ പണ്ട് നമ്മൾ ഈ ഉദയഭാനു എന്ന് പറയുന്ന ഈ കള്ളനെ ആദ്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കാണുന്നത്? അതൊക്കെ അയാളുടെ വെറും നമ്പറാണ് അച്ഛാ. അയാൾ കുറച്ച് ദിവസം അച്ഛനെ നന്നായിട്ട് വാച്ച് ചെയ്ത് അച്ഛൻ്റെ മുന്നിൽ അയാൾ വന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ഈ ഒരു കല്യാണം, അതായത് 10ാം ക്ലാസ് പോലും, അതായത് ഇവൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? മീനുവിനറിയാവോ? അപ്പം മീനു പറയുന്നുണ്ട്, അത് ആനന്ദേട്ടാ പിന്നെ MA ലിറ്ററേച്ചർ. ഈ MA ലിറ്ററേച്ചർ അമ്മയ്ക്കറിയാവോ? അമ്മയുടെ ദേവി മോൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന്? വെറും 10ാം ക്ലാസ്. ആ 10ാം ക്ലാസ് പോലും അവൾ ജയിച്ചിട്ട് കൂടിയില്ല, അറിയോ? പക്ഷെ അതൊന്നും എനിക്കൊരു കുറവല്ലായിരുന്നു വെച്ചാൽ, എനിക്കതൊന്നും ഒരു കുറവല്ല. കാരണം അവൾ 10ാം ക്ലാസ് തോറ്റതോ. പക്ഷേ വേറൊരു കേസും കൂടെ ഉണ്ട്. ഇവക്ക് എന്നെക്കാട്ടിലും 2-2.5 വയസ്സ് കൂടുതലാണ്. അതെല്ലാം ഇവർ കള്ളം പറഞ്ഞാണ് ഈ കല്യാണം നടത്തിയത്. ഇവർക്ക് കൊടുക്കാൻ അന്നന്ന് കഴിക്കാനുള്ള ആഹാരം പോലും ഈ കുടുംബത്തിന് ഇല്ലായിരുന്നു വെച്ചാൽ. കാരണം ആരെങ്കിലും പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന കാശ്, എന്നിട്ട് കുറേ മുക്കുപണ്ട സ്വർണ്ണങ്ങളും ഉണ്ടാക്കി മോള് വലിയ MA-ക്കാരി എന്ന മട്ടിൽ കല്യാണം ആർഭാടമായിട്ട് നടത്തി ഒക്കെ ചെയ്തു. ഇതൊക്കെ നമ്മളെ പറ്റിക്കാനായിരുന്നു വെച്ചാൽ എന്നൊക്കെ പറയണേ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ആനന്ദ് നീ ഇത് എന്തൊക്കെ അറിഞ്ഞിട്ടാ? ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ് അച്ഛൻ എന്നിങ്ങനെ ആനന്ദ് പറയുന്നുണ്ട്. കാരണം ഇത്രയും നാളും അച്ഛൻ്റെ മകൻ ഈ ആനന്ദ് ഉള്ളിലൊതുക്കി കൊണ്ട് നടന്ന ആ വേദന, ആ തീയാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് പൊട്ടിക്കരയാണ്. ഗോമതിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. ഗോമതി ബാലൻ്റെ അടുത്ത് പറയുന്നത്, ഇത് എന്തൊക്കെയാണ് ബാലേട്ട ഈ ആനന്ദ് പറയണത്? നമ്മുടെ ദേവി മോളെ കുറിച്ചാണോ പറയണത്? അപ്പം ബാലൻ ചോദിക്കണം, ആനന്ദേ നീ ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യമാണോ മോനെ പറയണത്? അതേ അച്ഛൻ, ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ ഇത് പറയാൻ ഈ നിമിഷം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങളെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. എനിക്കിനി പറ്റില്ല അച്ഛാ. കാരണം ഈ സങ്കടങ്ങളെല്ലാം കൂടെ നെഞ്ചിലൊതുക്കി എനിക്ക് ചങ്ക് പൊട്ടി ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ് എവളെ കുടുംബവും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഞാനത് ഒറ്റയ്ക്ക് നേരിട്ടു. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ അതൊന്നും പറയാത്തതെന്നറിയോ? എൻ്റെ അച്ഛൻ ഒരു കുറ്റക്കാരനായിട്ട് എൻ്റെ മുന്നിലും എവരുടെയൊക്കെ മുന്നിൽ നിൽക്കേണ്ടി വരുമോ? അത് കേട്ടപ്പോൾ ആകാശൊക്കെ പറഞ്ഞു, എന്തൊക്കെയായിട്ടാ പറയണത് അച്ഛനോ? അപ്പം ആനന്ദ് പറയാണ്, കാരണം ഈ ഒരു കല്യാണം എനിക്ക് കൊണ്ടുവന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചതെല്ലാം അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛനൊരു കുറ്റബോധം ഉള്ളിൽ തോന്നും. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറേയൊക്കെ ഇത് പറയണ്ട എന്നിങ്ങനെ കരുതിയായിരുന്നു എന്ന് ആനന്ദ് പറയാണ്. എന്നിട്ടും ഇത് ഞാൻ അറിയണത്, അതായത് ഇവള് ഗർഭിണിയാവുന്നതിന് ഒരാഴ്ച മുന്നേ ആയിട്ടാണ് ഞാൻ ഇവളുടെ കള്ളത്തരം ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ കാണുന്നത്. അന്ന് ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്ത് ഇവളുടെ വീട്ടുകാരും കൂടെ ഇവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വെട്ടിലാക്കാൻ നോക്കി. പക്ഷേ ശരിക്കും അമ്മ ഇവൾ ഗർഭിണി അന്ന് ആയില്ലായിരുന്നു. പക്ഷേ പിന്നെ അവളുടെ ഭാഗ്യം കൊണ്ടെങ്ങാണ്ടോ അവൾ ഗർഭിണിയായി. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ക്ഷമിക്കാം, പോട്ടെ സാരമില്ല, പണം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിലോ ഒന്നും എനിക്കൊരു വിഷയമേ അല്ല, അതൊക്കെ ഞാൻ സഹിച്ചോളാം, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന രീതിയിൽ. പക്ഷേ ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാക്കി ഇവള് എന്നൊക്കെ
പറഞ്ഞ് ആനന്ദ് കരയാണ് കേട്ടോ. അപ്പോഴേക്കും ബാലൻ നേരെ നമ്മുടെ ദേവിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. മോളെ ദേവി, ഇത്രയും കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? മോള് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അതെ അതെ ദേവിയേട്ടത്തി പറഞ്ഞാൽ മാത്രമേ ഞങ്ങളിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ആനന്ദേട്ട ഇത്രയും ഹൃദയം തകർന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? ദേവിയേട്ടത്തെയും ഞങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യം ദേവിയേട്ടത്തി ഒന്ന് പറ എന്ന് എല്ലാവരും കൂടെ പറയുമ്പോൾ ദേവി പറയാണ്, അച്ഛാ, ആനന്ദേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛാ. കാരണം നിങ്ങളെ ഈ കുടുംബത്തിനെ, ദേവമംഗലം കുടുംബത്തിനെ ഞങ്ങൾ മൊത്തത്തിൽ ചീറ്റ് ചെയ്യായിരുന്നു. നിങ്ങളെ ഞങ്ങൾ കബളിപ്പിച്ചും പറ്റിച്ചും തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ചതെന്ന് പറഞ്ഞിട്ട് ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടിപ്പോവാണ് കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ ഗോമതി തലയിൽ കൈവച്ച് താഴെ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന ഒരു രംഗമാണ്. കാരണം ഗോമതിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. കാരണം ദേവി മോളെന്ന് പറഞ്ഞാൽ ഗോമതിക്ക് സ്വന്തം മകളെപ്പോലെ, ഒരു മൂത്ത മകളെപ്പോലെയാണ്. മരുമക്കളിൽ ഏറ്റവും കൂടുതൽ ഗോമതിക്ക് ഇഷ്ടം ദേവിയാണ്. കാരണം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തല്ലോ, അവൾ ഇത്രയും സ്നേഹവും ഒക്കെ കാണിച്ച് നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിലും നിന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കാര്യം ആനന്ദേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇതിൽ ദേവിയേട്ടത്തി ഉൾപ്പെട്ടിട്ട് ഇല്ലെങ്കിലോ? കാരണം അവരുടെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ചിലപ്പോൾ ദേവിയേട്ടത്തി ഈ കല്യാണത്തിന് ചിലപ്പോൾ സമ്മതിച്ചു പോയതായിരിക്കും. അപ്പോൾ നമ്മുടെ ആനന്ദ് പറഞ്ഞു, എന്താണെങ്കിലും മീനു, നീ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾക്ക് ഈ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞൂടെ? അച്ഛനറിയാവോ, ആദ്യം ഗോമതി സ്റ്റോറിൽ നിന്ന് ഒരു 2000 രൂപ കളവ് പോയി, പിന്നെ ഒരു 25,000 രൂപ കളവ് പോയി. ആ 25,000 രൂപയുടെ പേരിലാണ് നമ്മുടെ ഈ ദേവമംഗലം വിട്ട് നമ്മുടെ ധർമ്മമാമനും സുഗനയും അവർ രണ്ടുപേരും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അത് പറഞ്ഞപ്പോൾ ഗോമതി, ശരിയാ, എൻ്റെ ധർമ്മൻ ഇറങ്ങിപ്പോയത് ഈ 25,000 രൂപയുടെ, ഇതൊക്കെ ചെയ്തത് ആ ഒറ്റ ദുഷ്ടനാണല്ലേ, ഉദയഭാനു എന്നിങ്ങനെ ഗോമതി മനസ്സിൽ പറയാൻ കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ആനന്ദ് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളാരും, എൻ്റെ അച്ഛനും ആയിക്കോട്ടെ എൻ്റെ അമ്മ ആയിക്കോട്ടെ, ഞാൻ വാ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ ധർമ്മമാമൻ ഈ പടി വിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അന്ന് മനസ്സിൽ കരുതി, ഈ ചെയ്യുന്ന കള്ളനെ കയ്യോടെ പിടിക്കണമെന്ന്. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ എവളെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരും അറിയണ്ട, അച്ഛൻ പോലും അറിയാണ്ട് ഞാൻ ആ ഗോമതി സ്റ്റോറിൽ ക്യാഷ് കൗണ്ടറിൽ ഞാനൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും അതിശയിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ക്യാമറയോ? അപ്പം ആകാശും ബാലനും ഗോമതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയിട്ട് അപ്പോൾ ആനന്ദ് പറഞ്ഞു, അതെ, ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയിൽ ഇന്നലെ ഈ ദേവിയുടെ അച്ഛനായ ഉദയഭാനു ആ ഒരു കള്ളനെ പോലെ 5,000 രൂപ കട്ടെടുക്കുന്നത് അതിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ ആനന്ദ് അവരെയൊക്കെ കാട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അവർ അതിശയിക്കുകയാണ്. കാരണം ഇനി ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? എന്തൊക്കെ നമ്പറായിരുന്നു? അമേരിക്കയിൽ സ്വന്തമായിട്ട് സ്ഥലം, ഞാനിപ്പോൾ ആഫ്രിക്കയിലാണ്, ഇപ്പോൾ ഗോവയിലാണ്, അവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ആ തുറന്ന കള്ളത്തരം അല്ലാണ്ട് പറയില്ല, കോടികളുടെ ഇടപാടിനെ കുറിച്ചുള്ള സംസാരവും. അപ്പോൾ ഇതെല്ലാം ബാലന് മനസ്സിലാവുകയാണ്, ഇവൻ വെറും ഫ്രോഡ് തന്നെയാണ് ഉദയഭാനു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ സംശയം ഒട്ടും തെറ്റല്ല എന്നുള്ളതും ബാലൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. കാരണം ഓൾറെഡി ബാലന് ഉദയഭാനുവിനെ കുറിച്ച് ഒരു ഡൗട്ട് തോന്നി. പക്ഷെ അതെങ്ങനെയൊക്കെ ഉദയഭാനു ഹാൻഡിൽ ചെയ്തങ്ങ് വിട്ടായിരുന്നു അന്ന്. അങ്ങനെ നമ്മുടെ ആനന്ദ് എല്ലാ സത്യങ്ങളും ഇവരുടെയൊക്കെ മുന്നിൽ ഹൃദയം തകർന്നുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആനന്ദ് ആ സങ്കടമൊക്കെ ഇറക്കി വെക്കുകയാണ് കേട്ടോ മനസ്സിൽ നിന്ന്. അപ്പോൾ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷിയും ഇത്രയും ഒരു അനുകമ്പയോടുകൂടി പറയുന്നുണ്ട്, ചിലപ്പോൾ ദേവിയേട്ടത്തി ഇതിൽ പെട്ടതായിരിക്കാം. അവർ ദേവിയേട്ടത്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം അങ്ങനെ ആയതായിരിക്കാം. പക്ഷേ ആനന്ദ് പറഞ്ഞു, എന്താണെങ്കിലും അവൾക്ക് എന്നോട് തുറന്ന് പറയാമായിരുന്നു. എനിക്കിപ്പോൾ സംശയം ഈ ഉദയഭാനു കടയിൽ നിന്ന് പണം എടുക്കുന്നത് കൂടി ചിലപ്പോൾ ദേവിയുടെ അറിവായിരിക്കും, ദേവിയുടെ അറിവ് കൊണ്ടായിരിക്കും എന്ന് പറയണം കേട്ടോ. അപ്പം മീനു
ബാലന് പറഞ്ഞു, ഇല്ല ആനന്ദേട്ടാ, ഒരിക്കലും ദേവിയേട്ടത്തി അതിനൊന്നും കൂട്ടി നിൽക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ ഉറപ്പിക്കാനൊന്നും നിനക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല മീനാക്ഷി, കാരണം ഇവളുടെ കുടുംബക്കാരും അത്രയ്ക്ക് കള്ളത്തരത്തിൻ്റെയൊക്കെ ഉസ്താദുമാരാണെന്ന് ഇങ്ങനെ പറയണേ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ട് ബാലൻ മനസ്സിലൊരു തീരുമാനം എടുക്കണം. ബാലൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഇവരിങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നു, എൻ്റെ ആനന്ദേട്ടൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആകാശം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലൻ ആലോചിച്ച് ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതായത് വേറൊന്നുമല്ല, എത്രയും പെട്ടെന്ന് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന രീതിയിൽ ഉടൻ തന്നെ ബാലൻ നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതെ, എത്രയും വേഗം ആ ഉദയഭാനുവിനെയും അയാളുടെ ഭാര്യയും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ ബാലൻ തന്നെ സംസാരിക്കും കേട്ടോ. സംസാരിച്ചിട്ട്, ഉദയഭാനു സാറേ, ഞാൻ ബാലനാണ്. പറയൂ ബാല, എന്താണ്? അപ്പം ഉദയഭാനു നമ്മുടെ ബാലൻ പറയും, അതെ, എനിക്കൊരു ലോട്ടറി അടിച്ചായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ ഉദയഭാനു സാറിന് തരാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വിളിച്ചതാണ്. ലോട്ടറിയോ? ഇത് കേട്ടപാടെ ഉദയഭാനുവിന് അങ്ങോട്ട് ഏതാണ്ട് നെഞ്ചിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും പോലെയാണ്. സ്വർണം പണം ഒക്കെ മേടിക്കുക, ലോട്ടറി അടിച്ചു. ആയിക്കോട്ടെ. അതെയോ ആണോ ബാല? ആണോ, എന്നാൽ ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. നിങ്ങൾ എന്നാൽ വേഗം വാ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് കുറച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ആണോ? എന്നതേ ഇപ്പം തന്നെ എത്തി. അങ്ങനെ നമ്മുടെ ഉദയഭാനും നമ്മുടെ ദേവിയുടെ അമ്മയും അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്ത് തലയിൽ വിഗ്ഗൊക്കെ വെച്ച് തൻ്റെ മോളെ കെട്ടിച്ച വീട്ടിലോട്ട് പോകണയാണല്ലോ, അതും കുറേ പണം മേടിക്കാൻ. അപ്പോൾ ദേവിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കാരണം ഇനിയിപ്പോൾ നമുക്ക് കുറേ ആർഭാടമായിട്ടൊക്കെ ജീവിക്കാമല്ലോ. ലോട്ടറി എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും അല്ലേ ഉദയഭാനു ചേട്ടാ? പിന്നല്ലാണ്ടോ, വലിയ പൈസ ആയിരിക്കും ഉദയഭാനു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നേരെ ദേവമംഗലത്തോട്ട് വന്ന് ചാടയാണ്. അപ്പോൾ ദേവമംഗലത്ത് എത്തിയ നമ്മുടെ ഉദയഭാനുവിനും നമ്മുടെ ശ്രീലതയ്ക്കും നല്ല സ്വീകരണം തന്നെ കൊടുക്കുകയാണ്. വാ കയറി വാ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞു. ആണോ, ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ബാല. അതെ, ലോട്ടറിയൊക്കെ അടിച്ചു എന്ന് കേട്ടുമല്ലോ. ലോട്ടറി അടിച്ചു, അതിൻ്റെ പകുതി മുക്കാലും അങ്ങ് സാറിന് തന്നാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ രണ്ട് മന്ദബുദ്ധികളാണോ എന്ന് വെച്ചാൽ മന്ദബുദ്ധികളാണ്, പക്ഷേ ജീവിക്കാൻ അറിയാവുന്ന മന്ദബുദ്ധികളും കൂടെയാണ്. കട്ടും മോട്ടിച്ചും തട്ടിച്ചും എങ്ങനെയാണെങ്കിലും അതിനുള്ള കഴിവും കൂടെ ഉണ്ട് കേട്ടോ. തീരെ മന്ദബുദ്ധിയെന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അവർ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ ബാലനും ഗോമതിയും ഇങ്ങനെ രൂക്ഷയായിട്ട് നോക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ മുന്നിൽ നോട്ടപ്പുള്ളി പോലെ ഇങ്ങനെ രണ്ടുപേരും ഇരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് മനസ്സിലായി, തൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് അപമാനിക്കാനായിട്ടാണ് ചെയ്ത തെറ്റിൻ്റെ ഒരിത് എന്തായാലും ഇറക്കി വിടും, എന്നെ ഉൾപ്പെടെ ഇപ്പോൾ അവരെ കൂടെ ഇറക്കി വിടും എന്ന ഒരിത് ദേവിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലൻ ഫസ്റ്റ് എന്നെ ചോദിക്കുകയാണ്, അല്ല ദേവി മോള് ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഉദയഭാനു സാറേ പറഞ്ഞത്? അപ്പോഴേക്കും അപ്പോഴേക്കും പതുക്കെ ഭാര്യയുടെ അടുത്ത് ചോദിക്കും, എടി അവൾ ഏതുവരെയാണെന്നടി പറഞ്ഞ? MA ഹിസ്റ്ററി. എന്തായിരുന്നു അത്? മനുഷ്യ കള്ളം പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓർത്ത് വെക്കണില്ല, എനിക്ക് ഓർമ്മയില്ലാന്ന് ദേവിയുടെ അമ്മ പതുക്കെ ചെവിയിൽ പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ ബാല, അവൾ ഈ MA അതെ കള്ളം പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയതായിരിക്കും എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞു, അതൊന്നുമല്ല, എന്നാലേ അവൾ MA ലിറ്ററേച്ചറാണ്. അങ്ങനെ ഏതാണ്ട് തന്നെ ബാല. എന്തേ ബാല? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവൾ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പം ഞങ്ങൾ അറിഞ്ഞു. അത് കേൾക്കണത് നമ്മുടെ ഉദയഭാനും ദേവിയുടെ അമ്മയും പരസ്പരം മുഖത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. എന്താണ് ഇവരെന്താ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് പറയണത്? അതെ, നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സുണ്ട്? എൻ്റെ മകൻ ആനന്ദിനെക്കാട്ടിലും 2 വയസ്സിന് മൂപ്പ് നിങ്ങളുടെ മോക്കുണ്ട്. നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറഞ്ഞിരിക്കണേ. നിങ്ങൾക്ക് എന്തോരം ബന്ധുബലം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ. നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധുക്കളായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തോ പരിചയത്തിലോ ആരെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ടോ? പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുന്ന വീട് സ്വന്തം വീടല്ലേ, വാടകയ്ക്ക് കിടന്നിട്ടാണ് ഈ വക കള്ളത്തരങ്ങളൊക്കെ. അത് എൻ്റെ കുടുംബത്തിനോട് അല്ലേ, എൻ്റെ മകൻ്റെ ജീവിതം തുലച്ചുകൊണ്ടായിരുന്നു അല്ലേടോ തൻ്റെ മകളെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ. ഇതൊക്കെ എന്നും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കേണ്ട. അതെ, ഇതിനെല്ലാം ഒരു അവസാനം കണ്ടിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ മകളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇപ്പം ഇറക്കി കൊണ്ടുപോക്കണം. ഇനി ഈ ദേവമംഗലത്ത് അവൾ ഉണ്ടാവരുത്, കണ്ടുപോകരുത്. അയ്യോ ബാല, അങ്ങനെയൊന്നും പറയല്ലേ. അതെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്.
പറയുകയാണ്, എന്തബദ്ധം, ഒരബദ്ധവുമില്ല, എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകളെ ഇറക്കിക്കൊണ്ട് ഇറങ്ങിക്കണം, ഇനി ഈ ദേവമംഗലത്ത് കാല് കുത്തി പോകരുത് എന്ന രീതിയിലൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഉദയഭാനും, അയ്യോ ബാല, ഞങ്ങൾക്കൊരു തെറ്റു പറ്റിപ്പോയതാണ്, നിങ്ങളെപ്പോലെ നല്ലൊരു കുടുംബത്തേക്ക് എൻ്റെ മകളെ കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് കള്ളത്തരം അല്ലേടോ? തനിക്ക് നാണമുണ്ടോടോ? തനിക്ക് ഒരു നാണമുണ്ടോ? ഒരു കുടുംബത്തിൽ ചെന്നിട്ട് ഇത്രയും കള്ളത്തരങ്ങളും പറഞ്ഞ് ഇത്രയും കാണിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചിട്ട് അത് എത്ര നാൾ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നാണോ താനൊക്കെ കരുതിയത്? ഇപ്പോൾ ഇറങ്ങിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഉദയഭാനുവും നമ്മുടെ ദേവിയുടെ അമ്മയും കാല് പിടിക്കും പോലെ പിടിച്ചു നോക്കിയിട്ടോ. പക്ഷേ ബാലൻ ഇനി ഒരിതിനുമില്ല. ബാലൻ പറഞ്ഞു, എൻ്റെ മകൻ എടുത്ത തീരുമാനം എന്താണോ അതിനപ്പുറം ഇനി ബാലനൊരു തീരുമാനമില്ല. കാരണം ഞാൻ ഒരിക്കൽ എടുത്ത തീരുമാനം എൻ്റെ മകൻ അനുസരിച്ചു, ഇനി ഞാനായിട്ടൊരു തീരുമാനം എടുക്കില്ല. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ആനന്ദാണ്. അവൻ പറയുന്നത് എന്താണോ അതിനപ്പുറം ഇനി ഇല്ല എന്ന രീതിയിൽ തന്നെ പറയാൻ കേട്ടോ. അത് കേട്ടപ്പം പിന്നെ എന്താ ചെയ്യണം? അപ്പോൾ ദേവിക്ക് മനസ്സിലായി താൻ എന്തായാലും ഈ കുടുംബം വിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്നുള്ളത് തീരുമാനമാവേണം. അങ്ങനെ ദേവി നമ്മുടെ ദേവമംഗലം വിട്ട് പടി ഇറങ്ങുന്ന ആ ഒരു സീനാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ ഇനിയുള്ള രംഗങ്ങൾ. ഇനി ഒരിക്കലും ദേവി തിരിച്ച് വരില്ലയോ? അതോ ദേവിയുടെ തെറ്റ് മനസ്സിലാക്കി ഇനി ദേവീനെ തിരിച്ച് വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആനന്ദിൻ്റെ മനസ്സിൽ ഇനി ദേവിക്കൊരു സ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. കാരണം നമ്മുടെ ആനന്ദിന് അത്രയ്ക്ക് വെറുപ്പായിപ്പോയി ദേവിയോടും ആ കുടുംബത്തിനോടും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2-ൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇനി രാത്രി കറക്റ്റ് 9:30 നമ്മുടെ മഴ തോരും മുമ്പേ സീരിയൽ നമ്മുടെ അലീനയുടെയും നമ്മുടെ മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്